നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പ് തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മേരീസ് ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത വഴിയായി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്കായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നോളം ഞങ്ങളെ കാത്തുപരിപാലിച്ച അമ്മയുടെ എല്ലാ സംരക്ഷണത്തിനും കൃപയ്ക്കും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തു കുരിശിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ ഭവനത്തിന്മേൽ തളിച്ചുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികളുടെ മേൽ അധികാരം ഏറ്റെടുക്കണമേ. അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പൈശാചിക ശക്തികളോട് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും എന്നേക്കും അകന്നു പോകുവാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. അതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു. ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ഈശോയുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാൻ അവനെ ഞാൻ അയക്കുന്നു. വീണ്ടും ഈശോയുടെ നാമത്തിൽ അന്ധകാര ശക്തികളോട് ഇനി ഒരിക്കലും എന്നെയും എൻ്റെ ഭവനത്തെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, അങ്ങേ പുത്രനായ ഈശോ മിശിഹായിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കുവാനായി ഞങ്ങളിലും വന്ന് നിറയുവാനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ എഴുന്നള്ളി വരേണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ വീശുകയും ചെയ്യണമേ. ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും ക്ഷമയുടെ ദയയുടെ നന്മയുടെ വിശ്വസ്തതയുടെ ആത്മസംയമനത്തിന്റെ സൗമ്യതയുടെ സമാധാനത്തിന്റെ അഗ്നിജ്വാലകൾ കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ മഹനീയവും മഹത്വപൂർണവുമായ ദിനങ്ങൾക്കായി കാത്തിരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവേ, അവിടുന്ന് പഠിപ്പിക്കുന്നത് പ്രവർത്തിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കണമേ. ഭക്തി, ദൈവഭയം, ആലോചന എന്നിവയിലെല്ലാം
അവിടുത്തെ തിരുരക്തം ഒഴുക്കേണമേ. ഞങ്ങളെ എല്ലാവരെയും സുഖപ്പെടുത്തേണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ നിരുപാധികം ക്ഷമിക്കുവാൻ ഞങ്ങളുടെ സങ്കടങ്ങളും കണ്ണുനീരുകളും വേദനകളും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമായ അവിടുന്ന് എൻ്റെ ഭവനത്തിന് എപ്പോഴും കൂട്ടായിരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ ദൈവിക കൃപകൾ ഞങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണമേ. അതുവഴി അങ്ങേ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് ആഴമായ വിശ്വാസവും ഭക്തിയും പ്രകടിപ്പിക്കുവാനും അമ്മയുടെ മാധ്യസ്ഥം സ്ഥിരോത്സാഹത്തോടെ യാചിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. അമ്മയുടെ മാതൃഹൃദയത്തിൽ അമ്മയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങൾ എല്ലാവരുടെയും, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരുടെയും അമ്മയാണ്. അമ്മ എല്ലാവർക്കും സഹായവുമാണ്. അമ്മയുടെ മാതൃസ്നേഹത്താൽ നിരാശരായവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നവളാണല്ലോ. ദൈവമാതാവേ, ഞങ്ങളുടെ എത്ര കഠിനമായ പ്രശ്നങ്ങളിലും പ്രത്യാശ നൽകുന്നതിലുള്ള ശക്തമായ സാന്നിധ്യത്തിലും സഹായത്തിലും ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മയുടെ രക്ഷാകര ശക്തിയിലും കരുണയിലും ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് അമ്മയിൽ ഞങ്ങൾക്കുറപ്പുണ്ട്. ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഇടയിൽ കൃപ നിറഞ്ഞവളും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യക മറിയമേ, നിരാശയുടെ ഭാരം ഹൃദയത്തിൽ ചുമക്കുന്ന ഞങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളിലേക്ക് അമ്മയുടെ കരുണാർദ്രമായ നോട്ടം നോക്കേണമേ. ഈശോയുടെ കുരിശിലെ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ എന്നിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും വരേണമേ. അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഹൃദയകാഠിന്യമുള്ള ഞങ്ങളുടെ എല്ലാ വൈകാരിക തലങ്ങളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത പ്രാരാബ്ദങ്ങളെയും കണ്ണീരുകളെയും തുടച്ചുമാറ്റി സമാധാനവും സന്തോഷവും നൽകണമേ. അമ്മേ നാഥേ, നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന ഈ പ്രത്യേക നിയോഗം, നിങ്ങളുടെ നിയോഗം ഇവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിച്ചു കിട്ടുവാൻ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ മാധ്യസ്ഥ പ്രാർത്ഥനകളോടും ദിവ്യബലികളോടും ചേർത്ത് അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മേ, അത്ഭുതം പ്രവർത്തിക്കണമേ. കാരുണ്യം ചൊരിയുന്ന അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും എന്നെയും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്നും പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.